താലി, രചനാ സംഭാഷണം രുദ്രപ്രിയ. വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷമൊന്നുമായില്ലല്ലോ. 1 വർഷമാകാൻ പോകുന്നതേ ഉള്ളൂ. എന്നിട്ട് നിന്റെ ഈ സങ്കടം കാണുമ്പോഴാ. സിദ്ധു രമ്യയെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നു. വൈകുന്നേരം ചായ കുടിക്കാനിരിക്കുമ്പോഴാണ് മാലതി 2 പേരോടുമായി സംസാരത്തിന് തുടക്കമിട്ടത്. വൈകുന്നേരം 2 പേരും കൂടി കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊട്ടിൽ കെട്ടണം. ആ നേർച്ച കൂടി കഴിഞ്ഞാൽ ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ 2 പേരും ചെറുപ്പമല്ലേ, ഇനിയും ഒരുപാട് സമയമുണ്ട്. കല്യാണം കഴിഞ്ഞ് അടുത്ത മാസം മുതൽ വിശേഷമുണ്ടോ എന്ന് ചോദിക്കുന്നത് പണ്ട് കാലത്താണ്. ഇപ്പം അതൊക്കെ മാറി. പഠിക്കുകയാണെങ്കിൽ ജോലി കിട്ടട്ടെ എന്നും അല്ലെങ്കിൽ വീട് വയ്ക്കട്ടെ, അത് കഴിഞ്ഞ് മതി കുട്ടികളെന്ന് ഭാര്യയും ഭർത്താവും തീരുമാനമെടുക്കുന്ന കാലം. മോളുടെ സമാധാനത്തിന് വേണ്ടി 2 പേരും കൂടി പോയിട്ട് വാ. പറയുമ്പോൾ രമ്യയ്ക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. സിദ്ധു, നീ ജയനെ വിളിക്കുമ്പോൾ ഒന്ന് പറയണം ദേവിമോളെയും കൂട്ടി 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ. കമലയ്ക്ക് അവളെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം. ഏട്ടൻ്റെ മരണത്തോടെ ആ റൂമിൽ നിന്ന് പോലും അവൾ പുറത്തേക്ക് വരില്ലെന്നായി. 3-4 ദിവസമായി എന്നോട് പറയുന്നു ദേവിമോളെ കാണണമെന്ന്. ജയൻ അവളെയും കൂട്ടി ഇവിടെ വന്ന് നിന്നാൽ അവിടെ മഹേശ്വരി അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മോളോട് നീ 2 ദിവസം ഇവിടെ നിൽക്കാൻ പറയുക. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം അമ്മേ. അമ്മായിക്ക് വയ്യായ്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഞാൻ വിളിച്ചതാണ്, ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട, അവളെ ഒന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. ജയൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതും കാത്ത് വഴിക്കണ്ണുമായി ഇരിക്കുകയാണ് ദേവിയും അമ്മയും. കാര്യം വിജി ചെയ്തിട്ടുള്ളതെല്ലാം ദ്രോഹമാണെങ്കിൽ പോലും ഇപ്പോഴത്തെ അവളുടെ ഈ അവസ്ഥയിൽ അവർക്ക് 2 പേർക്കും വല്ലാത്ത വിഷമമുണ്ട്. ഗേറ്റ് കടന്ന് ജയൻ്റെ ബൈക്ക് മുറ്റത്ത് നിന്നതും ദേവി എഴുന്നേറ്റു. ജയൻ വന്ന പാടെ അരമതിലിൽ കയറിയിരുന്നു. ദേവി കുടിക്കാൻ 1 ഗ്ലാസ് വെള്ളം. ദേവി വേഗം അകത്തേക്ക് പോയി 1 ഗ്ലാസ് വെള്ളവുമായി വന്നു. എങ്ങനെയുണ്ട് മോനെ വിജിക്ക്? നീ ഹോസ്പിറ്റലിൽ പോയോ? മഹേശ്വരിയമ്മ ആകാംക്ഷ അടക്കി വയ്ക്കാനാകാതെ ചോദിച്ചു. പോയമ്മേ, അച്ഛനും അമ്മയും വല്ലാത്തൊരവസ്ഥയിലാണ്. അവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. നീ എന്നിട്ട് അവളെ കയറി കണ്ടില്ലേ? ഇല്ലമ്മേ, ഞാൻ അവളെ കയറി കണ്ടില്ല. എനിക്കെന്തോ അതിന് കഴിഞ്ഞില്ല. എൻ്റെ കൺമുന്നിൽ ഇവിടെ നിന്ന് ചാടിത്തുള്ളി പോകുമ്പോഴുള്ള അവളുടെ രൂപമുണ്ട് എൻ്റെ മനസ്സിൽ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോഴുള്ള ആ കിടപ്പ് കാണാൻ എന്തോ മനസ്സനുവദിക്കുന്നില്ല. ജയൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ചിത്രയ്ക്ക് ഈശ്വരൻ ആയുസ് കൊടുത്തില്ല. അതോടുകൂടി ഈ ക്രൂരത കാണിച്ചത് എന്തിനാണ് ഭഗവാനെ? എത്രയായാലും ആ അച്ഛനും അമ്മയും ഇത് സഹിക്കാൻ കഴിയുമോ? മോളൊരു കാര്യം ചെയ്യ്, അവൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്ക്, നീയും കഴിക്ക്. ഉച്ച മുതലൊന്നും കഴിക്കാതെ ഇരിക്കുന്നതല്ലേ. ദേവി റൂമിലേക്ക് ചെല്ലുമ്പോൾ ജയൻ ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങുന്നു. കുട്ടിയേട്ടന് കഴിക്കാൻ എടുത്തു വയ്ക്കട്ടെ, താൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ദേവി ഒന്നും മിണ്ടാതിരുന്നപ്പോൾ മഹേശ്വരമ്മ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നീ പോയത് മുതൽ വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ്. അവളൊന്നും കഴിച്ചിട്ടില്ല. 2 പേരും കൂടി എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് നേരത്തെ കയറി കിടക്കാൻ നോക്ക്. ഇന്നലെ രാത്രി മുതൽ കറണ്ട് ഇല്ലാത്തത് കാരണം ഉറക്കം ശരിയായി കാണില്ല. എനിക്കും എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ ദേവി എന്നെ കാത്തിരിക്കേണ്ടെന്ന്? തനിക്ക് വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചേക്കണം. നമുക്ക് 2 പേർക്കും കൂടി കഴിക്കാമെന്ന് കരുതി, ദേവി അടക്കിയ ശബ്ദത്തിൽ പറഞ്ഞു. രാത്രിയിൽ പതിവ് പോലെ ബെഡ്ഷീറ്റും പില്ലോയും എടുത്തുകൊണ്ട് ജയൻ ദിവാൻ കോട്ടിൽ പോയി കിടന്നു. ദേവി മോളുടെ അടുത്തും. ഇടയ്ക്ക് ദിവാൻ കോട്ടിൽ കിടക്കുന്ന ജയൻ്റെ നേർക്ക് അവളുടെ നോട്ടം പാറുന്നുണ്ടായിരുന്നു. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ജയൻ കോൾ അറ്റൻഡ് ചെയ്തു. എന്താവും ഈ നേരത്ത്? നീ വിജയെ കാണാൻ പോയിട്ട് എന്തായി ചെയ്യാം? അതൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം സിദ്ധു. കാണാൻ പോകണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇടിയുടെ ആഘാതത്തിൽ 1 വശം മുഴുവനും തളർന്നു പോയി. ഇനിയൊരു റിക്കവറി ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കൂടുതൽ നേരം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. ഞാൻ തന്നെ വിളിച്ചത് അമ്മായിക്ക് 2 ദിവസം കൊണ്ട് ആകെ ഒരു മേലായിക. ദേവിയെയും തന്നെയും മോളെയും കാണണമെന്ന്. തനിക്ക് ബുദ്ധിമുട്ടായില്ലെങ്കിൽ ഒന്നിത്രടം വരെ വരാമോ? അതെന്താ സുധു അങ്ങനെ ഒരു ചോദ്യം? വരാമോ എന്ന്? അല്ലടാ, നിങ്ങൾ 2ഉം അമ്മയുടെ കൂടെ നിൽക്കണമെന്ന് അമ്മയ്ക്കൊരാഗ്രഹം പോലെ. അവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ബുദ്ധിമുട്ടാകുമോ എന്ന്. അത് ശരിയാണ്. ഞാൻ വേണമെങ്കിൽ മോളെയും അയാളെയും 2 ദിവസം അവിടെ നിർത്താം. ഇവിടെ അമ്മയെ തനിച്ചാക്കാൻ പറ്റില്ല. പണ്ടത്തെ പോലെ അല്ല അമ്മയ്ക്ക്. എന്തായാലും നേരം വെളുക്കട്ടെ, ഞങ്ങൾ എത്തിയേക്കാം. വിവരം പറയുന്നതിന് വേണ്ടി ജയൻ എഴുന്നേറ്റ് ബെഡിനടുത്തേക്ക് ചെല്ലുമ്പോൾ ദേവി ഉറക്കമായി. മോളെയും ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്നവളെ അല്പനേരം നോക്കി നിന്നു. എന്നാ എൻ്റെ ദേവിയെ എന്നെയും ഇതുപോലെ ചേർത്ത് പിടിച്ച് കിടക്കുന്നത്? 2 പേരും ബെഡ്ഷീറ്റ് എടുത്തും പുതച്ചു കൊടുത്തു. ജയൻ തിരികെ ദിവാൻ കോട്ടിൽ പോയി കിടന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോഴാണ് സിദ്ധു വിളിച്ച വിവരം
മറ്റും ജയൻ ദേവിയോട് പറയുന്നത് അമ്മയ്ക്ക് സുഖമില്ല കാണണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളുടെ മുഖം വാടി. കുറച്ച് ദിവസമായി അമ്മയെ കാണണമെന്ന് മനസ്സിലാഗ്രഹം തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്മയുടെ കാര്യം കഷ്ടത്തിലാകും. അതുകൊണ്ട് മനഃപൂർവ്വം മറന്നതുപോലെ നടിക്കുകയായിരുന്നു. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, 2 ദിവസത്തേക്ക് അവിടെ കൊണ്ടുവിടാം. 2 ദിവസം അവിടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഇവിടെ തൽക്കാലം ഞാനുണ്ടല്ലോ. ദേവി ദയനീയമായി മഹേശ്വരി അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ? അമ്മയ്ക്ക് അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. മോൾ ധൈര്യമായിട്ട് പോയിട്ട് വാ. കുഞ്ഞിനെയും റെഡിയാക്കി ദേവി ബാഗുമായി ഇറങ്ങിയതും ജയൻ കാർ തിരിച്ചു. കാറിലിരിക്കുമ്പോൾ ദേവിയും ജയനും തീർത്തും മൗനത്തിലായിരുന്നു. ഗേറ്റ് കടന്ന് കാർ അകത്തേക്ക് കയറിയതും സിദ്ധു പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡോർ തുറന്ന് ദേവിയുടെ കയ്യിലിരുന്ന മാതുമോളെ വാരിയെടുത്തു. ചിത്തു, കുഞ്ഞിപ്പെണ്ണ് സിദ്ധുവിനെ വിളിച്ചു. അമ്പടി കള്ളി, നീ എന്നെ പേര് പറഞ്ഞു വിളിക്കാറായോ? സിദ്ധു കണ്ണുരുട്ടിയതും അവൾ സിദ്ധുവിൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. സിദ്ധുവും കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്ക് രമ്യയും പുറത്തേക്ക് വന്നു. എന്താ പെണ്ണെ, നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ദേവി രമ്യയോട് ചോദിച്ചു. നീ തന്നെ ചോദിക്ക്, നിന്റെ കൂട്ടുകാരിക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധുവും ജയനും കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോയി. എന്താ മോളെ നിനക്ക്? ഇത്തവണയും നെഗറ്റീവ് ആണടി, കണ്ണും നിറച്ചുകൊണ്ട് രമ്യ പറഞ്ഞപ്പോൾ ദേവി അവളെ ചേർത്ത് പിടിച്ചു. അതിനാണോ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? സമയമാവുമ്പോൾ അതെല്ലാം അതിൻ്റെ രീതിക്ക് നടക്കും. നീ ഓവർ ടെൻഷൻ അടിക്കുന്നതാണ് എല്ലാത്തിനും കുഴപ്പം. രമ്യയും ദേവിയും കൂടി അകത്തേക്ക് പോയി. ദേവി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കണ്ടു, കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ അമ്മ ഒരുപാട് ശോഷിച്ചു പോയി. ദേവിയെ കണ്ടതും ആ കുഞ്ഞു മുഖം വിടർന്നു. കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എന്തിനാ അമ്മ എപ്പോഴും ഇങ്ങനെ റൂമിൽ തന്നെ അടച്ചു കിടക്കുന്നത്? ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങണ്ടേ? ദേവി അമ്മയെ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അമ്മ ഒരുപാട് മോശമായി പോയി. കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ ക്ഷീണിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകണോ അമ്മേ? ജയൻ ചോദിച്ചു. ഒന്നും വേണ്ട, നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് ആശ്വാസമായി. എവിടെ കുഞ്ഞിപ്പെണ്ണ്? സിദ്ധു പുറത്തേക്ക് കൊണ്ടുപോയി അമ്മേ. മോളൊന്ന് പോകുന്നുണ്ടോ? അമ്മ ദേവിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അവളും മോളും 2 ദിവസം അമ്മയുടെ കൂടെ നിൽക്കട്ടെ. ഞാൻ പോകുന്നുണ്ട്, അവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. ജയനാണ് മറുപടി പറഞ്ഞത്. അപ്പോഴേക്കും മാലതി 2 പേർക്കും കുടിക്കാനുള്ളത് എടുത്തു വെച്ചു. ജയനും ദേവിയും ചായ കുടിച്ചു. സിദ്ധു മോളെയും കൊണ്ട് പറമ്പിലൊക്കെ നടന്നതിന് ശേഷം തിരികെ കയറി വന്നു. അപ്പോഴേക്കും ജയൻ പുറപ്പെടാനായി ഇറങ്ങിക്കഴിഞ്ഞു. ആഹാ, താൻ അതിനിടയ്ക്ക് പോകുവാണോ? വേണം സിദ്ധു, പോകുന്ന വഴിക്ക് ബാങ്കിൽ കയറണം. 1-2 ചെക്ക് കൊടുക്കാനുണ്ട്. 2 വർക്ക് സൈറ്റിലും കയറണം. മോളെ എടുത്ത് കവിളിൽ ചുണ്ട് ചേർത്ത് ദേവിയോട് യാത്ര പറഞ്ഞ് ജയൻ തിരിച്ചു. ജയൻ പോയിക്കഴിഞ്ഞപ്പോൾ തന്നെ ദേവി ഫോണെടുത്ത് മഹേശ്വരി അമ്മയെ വിളിച്ചു. ഞങ്ങളിവിടെ എത്തി അമ്മേ. അമ്മ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിക്കാൻ മറക്കരുത്. കുട്ടേട്ടൻ ഇവിടുന്ന് ഇറങ്ങി. ബാങ്കിലും സൈറ്റിലുമൊക്കെ പോയി ജയൻ ഏകദേശം വൈകുന്നേരത്തോടു കൂടിയാണ് തിരികെ വീട്ടിലെത്തിയത്. ദേവിയും മോളും ഇല്ലാത്തത് കൊണ്ട് അവനൊരു ഉത്സാഹവും തോന്നിയില്ല. വൈകുന്നേരം മഹേശ്വരി അമ്മ കഴിക്കാൻ വിളിച്ചപ്പോഴും വേണ്ടെന്ന് പറഞ്ഞു. മോൻ്റെ വിഷമം അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ അടുത്തുള്ള സുധയെ രാത്രിയിൽ കൂട്ടുകിടക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മുമ്പ് ജയൻ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അടുത്തുള്ള സുധയെയാണ് അമ്മയെ നോക്കാനായി ഏൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജയൻ രാവിലെ ദേവിയെയും കൊണ്ടുപോയി പോയപ്പോൾ അമ്മ സുധയെ വിളിച്ച് കൂട്ടുകിടക്കാൻ ഏർപ്പാടാക്കി. ഏകദേശം 9 മണിയോടുകൂടി സുധ വന്നത് കണ്ട് ജയൻ അമ്പരന്ന് പോയി. ചേച്ചി എന്താ വന്നത്? ഇവിടെ ഞാനുണ്ടല്ലോ. ഞാനാണ് സുധയെ വിളിച്ചത്. രാവിലെ വിളിച്ചു പറഞ്ഞു, എനിക്കറിയില്ലേ കുട്ടാ നിൻ്റെ സ്വഭാവം. മോളെ കാണാതെ നീ കഴിയില്ലെന്ന്. അതുകൊണ്ട് നീ എന്തായാലും ഡ്രസ്സ് മാറി വേഗം ദേവിയുടെ വീട്ടിൽ പോകാൻ നോക്ക്. എനിക്കിന്ന് കൂട്ടിന് സുധയുണ്ടല്ലോ. അതല്ലമ്മേ, അത് ശരിയാവില്ല. ഞാൻ ഇത്രയും ലേറ്റായി അവിടെ കയറി ചെല്ലുന്നത് ശരിയല്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ അങ്ങോട്ട് പോകാൻ നോക്ക്. അവരെന്ത് വിചാരിക്കും? ഇവിടെ എനിക്ക് കൂട്ടിന് സുധയുണ്ടല്ലോ. അതുകൊണ്ട് വേഗം റെഡിയാകുക. ദേവിക്ക് സന്ധ്യ കഴിഞ്ഞപ്പോൾ തൊട്ട് ആകെ ഒരു വെമ്മിഷ്ടം. ജയിനുമായി മിണ്ടലും പറച്ചിലും ഒന്നുമില്ലെങ്കിലും അവനെ കാണാതിരിക്കുമ്പോൾ എന്തോ വല്ലാത്ത അസ്വസ്ഥത വന്ന് പൊതിയുന്നു. എന്തോ ഒന്ന് കാണാൻ തോന്നുന്നു. മൊബൈൽ കയ്യിലെടുത്ത് വിളിക്കണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് അങ്ങനെ നിന്നു. ആഹാ, നീ ഇവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണോ? മോള് ജയേട്ടനെ കാണണമെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങി. മാ, അച്ഛ അച്ഛ, ചുണ്ട് ചുളുക്കി കരയാൻ തുടങ്ങി. നിർബന്ധം പിടിച്ചുള്ള കരച്ചിലാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാടാണ്. എന്താ ദേവി, എന്തിനാടി മോള് കരയുന്നത്? സിദ്ധു അവിടേക്ക് വന്നു. ജയേട്ടനെ കാണണമെന്ന് പറഞ്ഞാൽ കരയുന്ന സിദ്ധുവേട്ടാ? ആണോ പൊന്നെ? കുഞ്ഞിനെ സിദ്ധു രമ്യയുടെ കയ്യിൽ നിന്ന് എടുത്തു. ചിത്തു, അച്ഛ അച്ഛ, അച്ചോടാ വായോ, പൊന്നിന് അമ്പളിമാമനെ കാട്ടിത്തരാം. സിദ്ധു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി.
ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കട്ടെ, നീ അങ്ങോട്ട് വന്നാൽ മതി. രമ്യ അകത്തേക്ക് പോയി. ദേവി മുറിയിൽ ചെന്നിരുന്ന് ജയൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഒരു ബെല്ലടിച്ചപ്പോൾ തന്നെ കോൾ അറ്റൻഡായി. ഹലോ ദേവി, എന്താ? കുട്ടേട്ടൻ കഴിച്ചായിരുന്നോ? അമ്മ കഴിച്ചായിരുന്നോ? കഴിച്ചു. മോൾ ഉറങ്ങിയോ ദേവി? ഇല്ല, അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കരച്ചിലാണ്. കുട്ടേട്ടൻ വരുമോ? മോൾക്ക് കാണണം. മോൾക്ക് മാത്രം കണ്ടാൽ മതിയോ ദേവിയെ? ജയൻ്റെ ചോദ്യം കേട്ടപ്പോൾ ദേവി ചിരി കടിച്ചു പിടിച്ചു. എനിക്കും കാണണം. പെട്ടെന്ന് ദേവി പറഞ്ഞു. ദേവി എന്താ പറഞ്ഞേ? ഒരിക്കൽ കൂടി ജയൻ്റെ ചോദ്യം എത്തുമ്പോഴേക്കും മറുപുറം കോള് കട്ടായിരുന്നു. പെട്ടെന്ന് ജയൻ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും ദേവിക്ക് വല്ലാത്ത ടെൻഷനായി. ജയൻ തിരികെ വീട്ടിലേക്ക് പോയപ്പോൾ മുതൽ അവൾക്ക് എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പ്രതീതിയായിരുന്നു. മോള് കൂടി അച്ഛനെ കാണാൻ നിർബന്ധം പിടിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി മാതുമോളെ പോലെ താനും ദേവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഫോണിൽ കൂടി കാണണമെന്ന് പറഞ്ഞതാണ്. ഇനിയും നിന്ന് നീ സമയം കളയാതെ പോകുമെന്ന് നോക്കുകൂട്ടാ. അമ്മ വീണ്ടും ജയനെ പോകാനായി നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് സിദ്ധുവിൻ്റെ ഫോൺ വന്നത്. ഹലോ അളിയ, ഇവിടെ മോൾ വലിയ പ്രശ്നമാണ്, നിന്നെ കണ്ടേ അടങ്ങുമെന്ന് പറഞ്ഞ് ഒരേ കരച്ചിൽ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കുറുമ്പി പെണ്ണിനെയും കൊണ്ട് രാത്രി തന്നെ അവിടേക്ക് വരേണ്ടി വരും. വേണ്ട സിദ്ധു, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജയൻ അമ്മയോട് യാത്രയെ പറഞ്ഞ് നേരെ രവിയുടെ വീട്ടിലേക്ക് തിരിച്ചു. ബുള്ളറ്റിലാണ് യാത്ര തിരിച്ചത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് മഴ പെയ്തപ്പോൾ ജയൻ ഒരു പെട്ടിക്കടയിലേക്കും കയറി ഒതുങ്ങി നിന്നു. നശിച്ച മഴ. പുറത്തു നോക്കി സിദ്ധു പറഞ്ഞു. ജയനെ വിളിച്ചപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയെന്ന്. മഴയത്തിനി എവിടെയെങ്കിലും കയറി ഒതുങ്ങി നിൽക്കുന്നോ എന്തോ. ദേവിക്കാണെങ്കിൽ ആകെ വെപ്രാളം. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ഗേറ്റിലേക്ക് നീളും. ഇങ്ങനെ മഴ പെയ്യുമെന്ന് അറിഞ്ഞില്ലല്ലോ. ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് പോലും അറിയില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ്. പെണ്ണ് കരച്ചിലിൻ്റെ വക്കോളം എത്തി. മഴയായതുകൊണ്ട് സിദ്ധുവിനോട് പോയി നോക്കാൻ പറയുന്നതും ശരിയല്ല. അവൾ മുറിയിലേക്ക് പോയി. ജയൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ഈ മഴ അല്പം പോലും കുറഞ്ഞില്ല. ഒടുവിൽ കറണ്ടും പോയി. മഴയും തണുപ്പും ഒക്കെ ആയപ്പോൾ മാതുമോള് പെട്ടെന്നുറങ്ങി. എല്ലാവരും വീണ്ടും ഉമ്മർത്ത് തന്നെ ഒത്തുകൂടി. ഒടുവിൽ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് സിദ്ധു പോകാനായി ഇറങ്ങി. രമ്യ വേഗം ഓടി ദേവിയുടെ മുറിയിലേക്ക് വന്നു. ദേവി, നീയൊന്ന് വന്നേ പെട്ടെന്ന്. സിദ്ധുവേട്ടൻ ജയേട്ടനെ അന്വേഷിച്ചു പോകുന്നു. ഈ മഴയത്ത് ഇനി സിദ്ധുവേട്ടനും കൂടി പോയാൽ. ദേവി റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴേക്കും സിദ്ധു ബൈക്കിൻ്റെ ചാവിയും റെയിൻകോട്ടും ഒക്കെ എടുത്തിറങ്ങി. ഏട്ടൻ ഇത് എവിടെ പോവുകയും സമയത്ത്? ഒരാൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ എത്തിയില്ല. ബാക്കിയുള്ളവർ ആദ്യമായി ഇരിക്കുമ്പോൾ അടുത്തയാൾ അന്വേഷിച്ചു പോകുന്നു. ഒന്നിങ്ങോട്ട് കയറി വരുന്നുണ്ടോ? അവൾ പറഞ്ഞതും സിദ്ധു പിന്നെ പോകാൻ നിന്നില്ല. കറണ്ട് വന്നപ്പോൾ തന്നെ പകുതി സമാധാനമായി. സമയം ഏകദേശം 10:30 മണി കഴിഞ്ഞു. മഴയൊന്ന് തോർന്നതും സിദ്ധു ചാവിയുമായി ഇറങ്ങി. ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. കാരണം അളിയൻ വരാനുള്ള സമയം കഴിഞ്ഞു. മഴ എന്തായാലും ഇപ്പോൾ കുറഞ്ഞു നിൽക്കുകയാണല്ലോ. പിന്നീട് ദേവി തടസ്സം പറഞ്ഞില്ല. ജയൻ മഴ തോർന്നപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി. പക്ഷെ വണ്ടി ഓഫായി പോയി. ഇടവഴിയിലാകെ വെള്ളം നിറഞ്ഞപ്പോൾ വണ്ടിക്ക് പണിയായി. സിദ്ധുവിനെ വിളിക്കാമെന്ന് കരുതിയപ്പോഴുണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ്. ഏത് സമയത്താണോ ഇറങ്ങിയത്? എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സിദ്ധുവിൻ്റെ വരവ്. ജയനെ കണ്ടതും അവൻ വണ്ടി സൈഡാക്കി. എന്തു പറ്റി അളിയാ, വണ്ടി പണി തന്നോ? ചോദിച്ചുകൊണ്ട് സിദ്ധു ബുള്ളറ്റിൽ നിന്നിറങ്ങി. എന്തു പറയാനാ, വന്ന വഴി മുഴുവനും വെള്ളമുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഒരിടത്ത് ഒതുക്കി നിർത്താൻ പറ്റിയില്ല. ഒരു കാര്യം ചെയ്യാം, ബൈക്ക് എടുത്ത് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് നാളെ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ച് നോക്കാം. അവൻ അടുത്ത് കാണുന്ന ഇരുന്നിലെ വീട്ടിലേക്ക് നോക്കി. അവിടെയുള്ളവരോട് കാര്യം പറഞ്ഞ് ബൈക്ക് ഉരുട്ടി പോർച്ചിൽ കയറ്റി വെച്ചു. അളിയൻ എന്താ ഒന്ന് വിളിച്ചു പറയാത്തത്? അവൾ അവിടെ പേടിച്ചിരിക്കുകയാണ്. വിളിക്കാമെന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോൾ സ്വിച്ച് ഓഫ്. ഇന്ന് പകൽ മുഴുവനും വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് ചാർജ് ചെയ്യാനും പറ്റിയില്ല. എന്നാൽ ഈ നേരത്ത് ഇങ്ങനെ ഒരു മഴ 2-3 ദിവസം കാണുമെന്നാണ് പറയുന്നത്. ഞാൻ മുൻപ് പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ അടുത്തുള്ള സുധചേച്ചിയെ വിളിച്ചാണ് അമ്മയ്ക്ക് കൂട്ടുകിടത്തുന്നത്. ഇന്നിപ്പോൾ ഞാൻ പറയാതെ തന്നെ അമ്മ ചേച്ചിയെ വിളിച്ചു നിർത്തി. 2 പേരും ഏകദേശം നനഞ്ഞാണ് വീട്ടിലെത്തിയത്. ഗേറ്റ് കടന്ന് ബൈക്ക് അകത്തേക്ക് കയറുന്നത് കണ്ടപ്പോഴാണ് ദേവിക്കും രമ്യയ്ക്കും സമാധാനമായത്. 2 പേരും അകത്തേക്ക് കയറിയതും മാലതി 2 തോർത്ത് കൊണ്ടുവന്ന് 2 പേരുടെയും കയ്യിൽ കൊടുത്തു. വല്ലാത്ത മഴയാണ്, അസുഖം പിടിപ്പിക്കേണ്ട, നന്നായി തല തോർത്ത്. അമ്മ കുറച്ച് ചുക്കുകാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മോൾ അതെടുത്ത് അവർക്ക് കുടിക്കാൻ കൊടുക്ക്. കിന്നാരം പറച്ചിലൊക്കെ ഇനി നാളെ ആവാം. നേരെ ഇപ്പോൾ തന്നെ ഒരുപാടായി. കാപ്പി കുടിച്ചിട്ട് 4 കൂടി പോയി കിടക്കാൻ നോക്ക്. തല തോർത്തി കാപ്പി കപ്പം വാങ്ങിക്കൊണ്ട് ജയൻ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുദ്ധു അവന് ഉടുത്തു മാറാനുള്ള ഡ്രസ്സ് കൊണ്ട് കയ്യിൽ കൊടുത്തു. അവൻ അതും വാങ്ങി റൂമിൽ കയറി. ദേവി വാതിലടച്ചു. ജയൻ ഡ്രസ്സ് മാറി വന്നു. തോർത്ത് തോളിൽ അലസമായി ഇട്ടു. കാപ്പി ചുണ്ടോട് ചേർത്തു. അവൻ്റെ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഓർന്നു വീഴുന്നുണ്ടായിരുന്നു. തലയിൽ നിന്നും വെള്ളം വീഴുന്നു കുട്ടേട്ടാ, നന്നായി തോർത്ത്, അസുഖം പിടിപ്പിക്കേണ്ട. ഞാൻ ഈ കാപ്പി കുടിച്ചിട്ട് തല തുടയ്ക്കാൻ ദേവിയെ, അപ്പോഴേക്കും പനി പിടിച്ച് കഴിയും.
ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ആ തോർത്ത് വലിച്ചെടുത്ത് ജയൻ്റെ തല തുവർത്തി കൊടുത്തു. എന്താണ് സംഭവിച്ചെന്ന് ആലോചിച്ച് ജയൻ കിളികൾ മുഴുവനും പാറിയിരിപ്പാണ്. തല തുടച്ചിട്ട് രാസ്നാദി എടുത്ത് അവൻ്റെ ഉച്ചിയിൽ തിരികെ തോർത്ത് കുടഞ്ഞു വിരിച്ചു. പിന്നെ ഇവിടെ ദിവാൻ കോട്ടുമില്ലല്ലോ, ഞാൻ നിലത്ത് കിടക്കേണ്ടി വരുമോ ദേവിയെ? അവൻ കളിയാക്കിയാണ് ചോദിച്ചതെങ്കിലും അവൾക്കത് വിഷമമായി. അങ്ങനെ നിലത്ത് കിടക്കേണ്ടി ഒന്നും വരില്ല, കുട്ടേട്ടന് ബെഡിൽ കിടക്കാമല്ലോ. അപ്പോൾ എന്താ താൻ നിലത്ത് കിടക്കുമോ? അതോ? ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. പെണ്ണിൻ്റെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ ബെഡിൽ കിടന്നോളാം, അവൾ പതിയെ പറഞ്ഞു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. വേൾഡ് ഓഫ് രുദ്രപ്രിയ എന്ന് പറയുന്നതിലും എൻ്റെ സ്റ്റോറീസാണ്. ഷോർട്ട് സ്റ്റോറീസ് വായിക്കാൻ താല്പര്യമുള്ളവർ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രപ്രിയ എന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരോടും നിറയെ സ്നേഹം.